നമസ്കാരം. ദേവാർപ്പണത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ സുഖം മാത്രമല്ല, സുഖത്തേക്കാൾ ഏറെയാണ് മനുഷ്യന് ദുഃഖം. എത്ര കണ്ട് കരുതലോടെ ജീവിച്ചാലും നാം അറിയാതെ തന്നെ പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. എല്ലാവരെയും കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ വയനാട്ടിൽ സംഭവിച്ചത്. എല്ലാവരും പകച്ചു നിൽക്കുന്ന മനുഷ്യനെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. എല്ലാവരെയും വേദനിപ്പിച്ച ഒരു സംഭവം. മൺമറഞ്ഞു പോയ അവർക്ക് വേണ്ടി ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കട്ടെ. വയനാട്ടിൽ സംഭവിച്ച പോലുള്ള ദുരന്തങ്ങളെ വേദങ്ങളിൽ ആദിദൈവിക ദുഃഖങ്ങൾ എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ സകല പരിശ്രമങ്ങളെയും പദ്ധതികളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് പ്രകൃതി ദുർഗാഭാവത്തിൽ കരാള നൃത്തമാടുന്ന രംഗമാണത്. ഭൂമിയിൽ മനുഷ്യൻ തീർത്തും നിസ്സഹായനാകുന്ന അവസരങ്ങളാണ് ഉരുൾപൊട്ടലും പ്രളയവും ഭൂകമ്പവും. മനുഷ്യർ പ്രകൃതിക്ക് ആഘാതമേൽപ്പിക്കുന്ന അവസരങ്ങളിൽ പ്രകൃതിദേവിയായ ദുർഗാഭഗവതി പ്രപഞ്ചത്തിലെ തൻ്റെ മേധാവിത്വം വെളിപ്പെടുത്തുന്നു. ഭൂമിയിലെ ദൈവങ്ങളുടെ ആലയങ്ങൾ വരെ അവൾ തകർക്കുന്നു. കാലം, വിധി, കർമ്മം, പ്രകൃതിയുടെ അദൃശ്യശക്തി, മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ എന്നിവ ചേർന്നാണ് ഈ വിപത്തുകൾ ഉണ്ടാകുന്നത്. വ്യക്തി ജീവിതത്തിലെ ആദി ഭൗതിക അധ്യാത്മിക ദുഃഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ സമൂഹമായി അനുഭവിക്കേണ്ടി വരുന്നതാണ് ആദിദൈവിക ദുഃഖങ്ങൾ. അവ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അനിവാര്യവുമാണ്. എങ്കിലും കൃത്യമായ പരിശ്രമത്തിലൂടെ ഇവ കുറയ്ക്കാവുന്നതാണ്. പ്രകൃതിക്ക് ആഘാതമേൽക്കുന്ന തരത്തിലുള്ള നിർമ്മാണം ഒഴിവാക്കുക, പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങൾ ചെയ്യുക, മുൻകൂട്ടി ലഭ്യമായ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് രക്ഷാസ്ഥാനങ്ങളിൽ അഭയം തേടുക, കൃത്യമായി പ്രാർത്ഥനകൾ നടത്തുക എന്നിവ മാത്രമാണ് ഉചിതം. ആദിപരാശക്തിയുടെ 10 ഭാവങ്ങളായ ദശമഹാവിദ്യയിലെ പ്രധാനമായ ഒരു ഭഗവതിയാണ് താരദേവി. സ്ത്രീശക്തിയായ താരയുടെ പേരിനർത്ഥം സംരക്ഷിക്കുന്നവൾ എന്നാണ്. ദുർഗ, മഹാകാളി അല്ലെങ്കിൽ പാർവതി എന്നീ പരാശക്തി രൂപങ്ങളുടെ താന്ത്രിക ഭാവങ്ങളിൽ ഒന്നാണ് താര. കാളിക്ക് സമാനമായ രൂപത്തിലാണ് താരാഭഗവതിയെ അവതരിപ്പിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളെ നിയന്ത്രിക്കുന്നതും അവയിൽ നിന്നും രക്ഷ കിട്ടുവാനും താരാദേവിയെയാണ് ഉപാസിക്കേണ്ടത് എന്ന് താന്ത്രികർ പറയുന്നു. ഭഗവതിയുടെ നാമം വെറുതെ ഓർക്കുന്നവരെ പോലും ഇത്തരം ദുരന്തം തൊടില്ല എന്നതാണ് വിശ്വാസം. ഓം ഹ്രീ നമശിവായ എന്ന് ജപിച്ചു ശിവപ്രീതികരമായ മൃത്യുജ്ഞ മന്ത്രം നിത്യേന ഒരു തവണയെങ്കിലും ജപിക്കുന്നതും വരാൻ പോകുന്ന അപകടത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് നിർബന്ധമായും രാവിലെ ഉണരുമ്പോഴോ രാത്രി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ സന്ധ്യാനാമജപത്തിലോ നമ്മൾ ഉൾപ്പെടുത്തണം. എല്ലാവരുടെയും ആയുസ്സിനും ആരോഗ്യത്തിനും ദുരിതമുക്തിക്കും വേണ്ടി നമുക്ക് കൂട്ടമായി പ്രാർത്ഥിക്കാം.